ആരോഗ്യമന്ത്രി ഇപ്പൊ ഏറ്റവും നല്ല നടിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഏറ്റവും വലിയ നടിയാണ്. അവരുടെ നാട്യത്തിന് അവാർഡ് കൊടുക്കേണ്ട സമയമാണിത്. കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ അപഹസിക്കുന്ന ഒരു ആരോഗ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടില്ല. വളരെ ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് UNAയുടെ നേതൃത്വത്തിൽ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിങ്ങൾ ഈ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ജാസ്മിൻ ഷാ ചൂണ്ടിക്കാണിച്ച പോലെ, സ്വാഗത പ്രസംഗം ചൂണ്ടിക്കാണിച്ച പോലെ, അധികാരി വർഗം ഈ മാർച്ച് നിങ്ങൾ നടത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. നിങ്ങളുടെ ഈ മാർച്ചിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ഈ മാർച്ച് തടസ്സപ്പെടുത്താനും ഈ പരിപാടി അലങ്കോലപ്പെടുത്താനും ശ്രമിച്ച സംസ്ഥാന സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുകയാണ് എന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമരം ചെയ്യുന്നവരോട് പുച്ഛമുള്ളൊരു ഗവൺമെന്റാണ് ഇവിടെ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാവപ്പെട്ട ആശാ വർക്കർമാർ 100 ദിവസത്തിലേറെ സമരം ചെയ്തിട്ടും അവരെ വിളിച്ചൊന്ന് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാത്ത ഗവൺമെന്റാണ് ഇവിടെ. ഇവിടെ ജാസ്മിൻ ഷാ ചൂണ്ടിക്കാണിച്ചില്ലേ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഷിബു ബേബി ജോൺ തൊഴിൽ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുത്ത കാര്യം, അന്ന് നടപ്പാക്കാൻ ഉദ്ദേശിച്ച കാര്യം നടപ്പാക്കുകയും അടുത്ത ഘട്ടത്തിലേക്ക് ശമ്പള പരിഷ്കരണത്തെ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടാണ് 2016 നമ്മുടെ സ്ഥാനം ഒഴിയുന്നത്. 2018 നിങ്ങളുടെ ശമ്പള വർധനവ് പ്രഖ്യാപിച്ചെങ്കിലും എന്നോടിപ്പോൾ സി അജയ് പറയുകയായിരുന്നു, ഇതുവരെയും അവർക്ക് നിങ്ങൾക്ക് ആ പ്രഖ്യാപിച്ച ആനുകൂല്യം പോലും നൽകിയില്ല എന്ന്. ജഗദീഷ് പ്രസാദ് കമ്മീഷൻ ദേശീയ തലത്തിൽ രൂപീകരിച്ച കമ്മീഷനാണ്. ജഗദീഷ് പ്രസാദ് കമ്മീഷന്റെ ഫൈൻഡിംഗ് വളരെ വ്യക്തമാണ്. തുല്യ ജോലിക്ക് തുല്യ ശമ്പളം അത് ലഭ്യമാക്കാനുള്ള നിരവധിയായ കോടതി ഉത്തരവുകൾ നിലവിലുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഇതുവരെ കേരളത്തിൽ 2018 നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത 20,000 രൂപ വെച്ചുള്ള ശമ്പള വർധനവ് പോലും നടപ്പാക്കിയിട്ടില്ല. ട്രെയിനികൾക്ക് 10,000, മറ്റുള്ളവർക്ക് 20,000 എന്ന ശമ്പള വർധനവ് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് ആർക്ക് വേണ്ടിയാണിത്? ഇന്ന് കേരളത്തിലെ പ്രമുഖ ആശുപത്രികളെല്ലാം ഷിബു ബ്ലാക്ക് സ്റ്റോൺ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. വലിയ ആശുപത്രികളൊക്കെ, പ്രൈവറ്റ് ആശുപത്രികളെല്ലാം അമേരിക്കൻ കമ്പനിയായ ബ്ലാക്ക് സ്റ്റോൺ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ചെറിയ ആശുപത്രികൾ മാത്രമേ ഉള്ളൂ എടുക്കാത്തത്. ഞാൻ അതും എടുക്കും. ഫിനിഷ്ഡ് ആയിട്ടുള്ള എല്ലാ ആശുപത്രികളും ബ്ലാക്ക് സ്റ്റോൺ എന്ന മൾട്ടിനാഷണൽ കമ്പനി ഏറ്റെടുക്കുകയാണ്. അവർക്ക് വേണ്ടിയാണോ ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്? ബ്ലാക്ക് സ്റ്റോൺ പോലെയുള്ള അന്താരാഷ്ട്ര കുത്തക കമ്പനിക്ക് വേണ്ടി എന്തിനാണ് ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടത്? സ്വകാര്യ ആശുപത്രിയിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട നഴ്സുമാർക്ക് ന്യായമായ ശമ്പളം കൊടുക്കുക എന്നുള്ളത് ഒരു മാന്യതയല്ലേ? നമ്മുടെ നാട്ടിൽ നിന്നാണ് എല്ലാ രാജ്യങ്ങളിലേക്ക് നഴ്സുമാർ പോകുന്നത്. കാരണം എന്താണ്? അവര് പോകുന്നത് അവിടെയൊക്കെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളുണ്ട്, മെച്ചപ്പെട്ട ശമ്പളമുണ്ട്, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്. അതാണ് പോകുന്നത്. അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ട് അവർക്ക് ഇവിടെ കഴിയും. മാന്യമായ ശമ്പളം കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെട്ട ശമ്പളവും സംരക്ഷണവും ഉറപ്പുവരുത്തുക തന്നെ ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ചെറുപ്പക്കാർ കൂട്ടമായി വിദേശങ്ങളിലേക്ക് പോകുന്നതിന്റെ കാരണം കേരളത്തിൽ ശമ്പളം തുലവും കുറവാണ്, സംരക്ഷണം കുറവാണ്, ജീവിത സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. കേരളം ഇന്ന് വയോജനങ്ങളുടെ നാടായി മാറുന്നതിന്റെ കാരണം ഇതാണ്. ഇവിടെ ജാസ്മിൻ ചൂണ്ടിക്കാണിച്ചു, ഈ പണിയെടുക്കുന്ന നഴ്സുമാരെ എന്തുകൊണ്ട് ഗവൺമെന്റ് പരിഗണിക്കുന്നില്ല? എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി ശ്രമിക്കുന്നില്ല? ആരോഗ്യമന്ത്രി ഇപ്പൊ ഏറ്റവും നല്ല നടിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഏറ്റവും വലിയ നടിയാണ്.
അവരുടെ നാട്യത്തിന് അവാർഡ് കൊടുക്കേണ്ട സമയമാണിത്. കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ അപഹസിക്കുന്ന ഒരു ആരോഗ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടില്ല. അവരുടെ ഈ തെറ്റായ നയങ്ങൾ അവസാനിപ്പിക്കണം. ഈ സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ, ശമ്പളം വർദ്ധിപ്പിച്ചു നൽകാൻ, എന്തിനേറെ 2018 തീരുമാനിച്ച കാര്യം പോലും 2026 നടപ്പാക്കാതെ നിങ്ങളെ വലയ്ക്കുന്ന ഇവർക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ മുന്നിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ വിഷയത്തെ പറ്റി ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് ഷിബു ബേബി ജോൺ. നിങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഉത്തരവിടുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ശ്രീ ജാസ്മിൻ ഷായോടും മറുനാട് ഷാദിലടക്കമുള്ള എല്ലാവരോടും ഞാൻ പ്രത്യേകമായി ഒരു കാര്യം പറയുന്നു. നിങ്ങളുടെ പോരാട്ടങ്ങൾ നിങ്ങളെ ഒറ്റയ്ക്കല്ല. രാഷ്ട്രീയം മറന്നുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.